ഞാൻ വഴി തെറ്റിപ്പോയി, പക്ഷെ ഞാൻ പോയില്ല. വിശാൽ എന്നെ വിളിച്ചു. മെസ്സിയും അർജന്റീനയും വേൾഡ് കപ്പ് ഉയർത്തിയ നമ്മുടെ സ്റ്റേഡിയം. നമ്മുടെയോ? വാമോസ്. കിയാറ, നമസ്കാരം. ഇന്ന് ഖത്തറിലെ നമ്മുടെ അവസാനത്തെ ദിവസമാണ്. നാളെ രാവിലെ ഖത്തറിൽ നിന്നും കേരളത്തിലേക്ക് പോവുകയാണ്. രാവിലെ ഒരു 6 മണിയായപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. രാവിലെ തന്നെ നമ്മളെ കാത്തിരുന്നത് ഈ മനോഹരമായ കാഴ്ചയായിരുന്നു. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ച. നല്ലൊരു കറാക്റ്റി കുടിച്ച് തന്നെ ദിവസം തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ടീ ടൈമിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ കിവി കണ്ടത്. ന്യൂസിലൻഡിൽ നിന്ന് വന്ന കിവി ഫ്രൂട്ട്സ്, സൺഗോൾഡ് കിവി ഫ്രൂട്ട്സ്. ദോഹ കഴിഞ്ഞാൽ ഖത്തറിലെ 2ാമത്തെ വലിയ സിറ്റിയാണ് ലുസൈൽ. ഇന്നത്തെ നമ്മുടെ യാത്ര അവിടേക്കാണ്. അപ്പോൾ ഒന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലൈവ് കമൻറ്റ് നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ലുസൈലിലേക്ക് പോകാൻ മെട്രോ വഴിയും അത് കഴിഞ്ഞ് ട്രാമിൽ കയറിയുമാണ് പോകേണ്ടത്. സൂക്കിലെ മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണിത്. ആദ്യമായി ഖത്തറിൽ വന്ന സമയത്ത് അന്ന് രാത്രി ഇതിൻ്റെ ബാക്കിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അറിയില്ലായിരുന്നു ഇത് മെട്രോയുടെ എൻട്രൻസ് ആണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളുമായിട്ട് ബ്ലെൻഡ് ചെയ്താണ് മെട്രോയുടെ എൻട്രൻസ് പണിഞ്ഞിരിക്കുന്നത്. മെട്രോയിലും ട്രാമിലും കയറി യാത്ര ചെയ്യാൻ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഭൂമിക്കടിയിലാണ് മെട്രോ സ്റ്റേഷൻ. നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും വച്ചേക്കുന്ന സ്റ്റേഷൻ. എല്ലായിടത്തും ഒരുപാട് CCTV ക്യാമറകളും ഉണ്ട്. മെട്രോയുടെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ട്രാമിലും യാത്ര ചെയ്യാം. 6 ഖത്തറി റിയാലേ ഉള്ളൂ ഒരു ദിവസത്തെ പാസിന്. ആ ഒരു 1 ഡേ പാസ് എടുത്തു കഴിഞ്ഞാൽ എത്ര വട്ടം വേണമെങ്കിലും ട്രാമിലും മെട്രോയിലും ഒക്കെ കയറി ഇറങ്ങാം. ഭൂമിക്കടിയിലൂടെ നടക്കാൻ നല്ല രസമല്ലേ? നമ്മുടെ മുകളിൽ ഇപ്പോൾ ബിൽഡിങ്ങുകളും റോഡും ഒക്കെയാണ്. ഇപ്പോൾ സമയം 6:30. ഈ നേരം ഇവിടെ ആരുമില്ല. ആക്ച്വലി ദോഹയിൽ എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് ഒരു ഉച്ചയ്ക്കൊക്കെ ശേഷം. അപ്പോഴാണ് ലൈവ്ലി ആവുന്നത്. എല്ലായിടത്തും വഴി തെറ്റായിരിക്കാൻ സൈൻ ബോർഡുകളുണ്ട്. എന്നിട്ടും നമുക്ക് വഴി തെറ്റും. ടെർമിനലിലേക്ക് കയറുന്നതിന് മുന്നേ കയ്യിൽ സാധനങ്ങളെല്ലാം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തു. പിന്നെ ഒരു കുപ്പി വെള്ളവും മേടിച്ചു. വെള്ളം വാങ്ങാൻ, പക്ഷെ ഇതിൽ 2 വായയിൽ തീരും. ഇന്നലെ വാങ്ങിയ കാർഡ് ട്രൈ ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്തില്ല. എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. ടിക്കറ്റ് എടുക്കുന്ന വെൻഡിങ് മെഷീൻ്റെ അവിടെ ഒരു സ്റ്റാഫ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കരുതിയിരുന്നത് ഈ ടിക്കറ്റിന് 27 മണിക്കൂറിൻ്റെ വാലിഡിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം എടുത്തതല്ലേ, ഇന്ന് വൈകുന്നേരം വരെ കാണും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ സ്റ്റാഫ് എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അന്ന് രാത്രിയിൽ അതിൻ്റെ വാലിഡിറ്റി തീരും. നിങ്ങൾ രാവിലെ എടുത്താലും ഉച്ചയ്ക്ക് എടുത്താലും രാത്രി 12 മണിക്ക് അതിൻ്റെ വാലിഡിറ്റി തീരും. അപ്പോൾ ഇന്ന് നിങ്ങൾ പുതിയ ഒരെണ്ണം എടുക്കണമെന്ന് പുള്ളി നിർദ്ദേശിച്ചു. 6 റിയാലല്ലേ ഉള്ളൂ, നമുക്ക് എത്ര വേണേലും ഇതിലെല്ലാം സഞ്ചരിക്കാം. അപ്പം കുഴപ്പമില്ല, എടുക്കാമെന്ന് നമ്മളും തീരുമാനിച്ചു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതിപ്പോൾ മെട്രോ ആണേലും പുറത്താണേലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മുടെ യാത്ര ഭയങ്കര ഈസിയാക്കുന്നു. പുതിയ മെട്രോ കാർഡ് കിട്ടി. ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും താഴേക്ക് ഇറങ്ങണം ടെർമിനലിലേക്ക് എത്താൻ. നമുക്കാദ്യം ലക്താഫിയയിലേക്കാണ് പോകേണ്ടത്. അതിന് സൂക്ക് വഖീഫിൽ നിന്നും മിഷേറബ് വരെ ഗോൾഡ് ലൈൻ മെട്രോയിൽ പോകണം. അവിടെ എത്തിയ ശേഷം മിഷേറബിൽ നിന്ന് ലക്താഫിയയിലേക്ക് റെഡ് ലൈൻ മെട്രോയിലാണ് കയറേണ്ടത്. ലക്താഫിയയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ട്രാം സർവീസുകളാണ്. ഈ ട്രാമിലൊക്കെ കയറി നമ്മൾ ലുസൈൽ മൊത്തം ചുറ്റിക്കറങ്ങി കാണുന്നു. പല പല ലൊക്കേഷനിലേക്ക് പോകുന്നു.
ഇപ്പോൾ സൂക്കിൽ നിന്നും മിഷറബിലേക്കാണ് പോകുന്നത്. അതിനുശേഷം മിഷറബിൽ നിന്നും ലക്താഫിയിലേക്ക്. അത് മിഷറബിലാണ്, അത് നമ്മൾ ആ മാപ്പിൽ കണ്ടു. ഇത് കാണിക്കുന്ന നമ്മൾ പോകേണ്ടത് വെസ്ബേ ആണോ? അല്ല, അത് ട്രാമിൻ്റെ അവിടെയല്ലേ. പക്ഷെ നമ്മൾ പോണത് മറ്റേ മഞ്ചി പോലത്തെ ബിൽഡിങ്ങിൻ്റെ അവിടെയല്ലേ. അതെവിടെയായിരുന്നു? ഖത്തർ എനർജി വെസ്ബേ അല്ലേ? വെസ്ബേ അടിപൊളിയാന്ന് പറഞ്ഞ എല്ലാവരും. അപ്പൊ നമ്മൾ തീരുമാനിച്ചു ലക്താഫിയിലും പോണ്ടേ. നമ്മൾ ട്രാം കയറണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട്. ആദ്യം നമ്മൾ പോകുന്നത് ഖട്ടാര ടവേഴ്സ് കാണാനാണ്. ഒരുപാട് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫേമസ് ബിൽഡിംഗ് ആണിത്. മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത് ഇവിടെ പോകാനായിട്ട് ലക്താഫിയ ട്രാം സ്റ്റേഷനിൽ നിന്നും മറീന സെൻട്രൽ ട്രാം സ്റ്റേഷനിൽ പോയി ഇറങ്ങണം. അവിടുന്ന് സ്ട്രീറ്റ് 321 എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഉണ്ട്. അവിടുന്ന് നേരെ നടന്നാൽ ഖട്ടാര ടവേഴ്സിൻ്റെ മുന്നിലെത്തും. ഓരോ മെട്രോ സ്റ്റേഷനും ഡിഫറെൻറ്റ് ഡിസൈനുകളാണ്. ലൈറ്റിങ്ങും ഭിത്തിയിലുള്ള വർക്കുകളും എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഓരോ സ്റ്റേഷനും യൂണീക്കാണ്. അതുപോലെ സ്റ്റേഷനിലും എല്ലായിടത്തും ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് എത്രയാണേലും ഒന്നും പേടിക്കാതെ യാത്ര ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലക്താഫിയ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ട്രാമിൻ്റെ ടെർമിനലിലേക്കാണ് പോകേണ്ടത്. വലത്തോട്ട് തിരിഞ്ഞാൽ മെട്രോയും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ട്രാമിൻ്റെ ടെർമിനലുമാണ്. മറീന സെൻട്രലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ മറീന സെൻട്രൽ ട്രാം സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കണ്ടത്, ഈ സ്റ്റേഷനിലൊക്കെ ടോയ്ലറ്റിൻ്റെ അവിടെ ഇംഗ്ലീഷും അറബിക്കും പിന്നെ മലയാളവും ഉണ്ട്. പുരുഷന്മാരും സ്ത്രീകളും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര കൗതുകം നടത്തി. ബാത്റൂം ആയതുകൊണ്ട് ഞാൻ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോയില്ല. പുറത്ത് നല്ല വെയിൽ കാണുന്നു, ചെറിയൊരു ഫോഗും ഉണ്ട്. പക്ഷെ ചൂട് കൂടിക്കൂടി വരുന്നുണ്ട്. ടെക്നോളജി വൈസ് അടിപൊളി സ്ഥലമാണ്. ലൈക്ക് എല്ലാതും ഉണ്ട്, ബ്യൂട്ടിഫുൾ ആണ്. സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇത്രയും മനോഹരമായൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അടിപൊളി. കൺസ്ട്രക്ഷൻ പല സാധനങ്ങളും ഇപ്പോഴും എന്തൊക്കെയോ പണിയാൻ വേണ്ടി വെച്ചേക്കുന്ന പോലെയുണ്ട്. പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ. ഈ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുമെങ്കിലും അത് നേരിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. ശരിക്കും അമേസിങ്. പല വിചിത്ര ഡിസൈനുകളുള്ള ബിൽഡിങ്ങുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിനെ കണ്ടാൽ പണ്ട് നോക്കിയ ഫോണിലുള്ള സിറ്റി ബ്ലോക്സ് എന്നുള്ള ഗെയിമുണ്ട്, അത് കളിച്ചപ്പോൾ ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ട്. ഫാമിലിക്കായാലും എല്ലാവർക്കും ആയാലും സേഫാണ്. നല്ല സേഫ് സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലം. അവിടേക്ക് ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാണാൻ കുറേ ട്രക്സൊക്കെ അവിടേക്ക് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ട്രീറ്റ് 321 അങ്ങ് ദൂരെ കാണുന്ന ബിൽഡിങ്ങാണ് ഖട്ടാര ടവേഴ്സ്. നമുക്കിനി ഇതിലൂടെ നേരെ നടന്നാൽ അവിടെ എത്തും. അങ്ങ് ദൂരെ കാണുന്നത് വിൻ്റർ വണ്ടർലാൻഡ് എന്ന തീം പാർക്കിൻ്റെ ജയൻറ്റ് വീലാണ്. നമുക്കിന്ന് അവിടെ പോകാൻ സമയമില്ല. പക്ഷേ നിങ്ങൾ ഖത്തർ വരുവാണെങ്കിൽ അവിടെ കുട്ടികളുമായിട്ടൊക്കെ സഞ്ചരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ അടുത്തെല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ചെറിയ പൊടിമയം എല്ലായിടത്തും കാണുന്നുണ്ട്. പക്ഷേ വൃത്തിയാക്കി അവർ സൂക്ഷിക്കുന്നുണ്ടല്ല. ഇത് പൊടി തന്നെയാണോ? പൊടിയുണ്ട്, പൊടിയുണ്ട്. പൊടിയുടെ മണം വരുന്നുണ്ട്. കാണും തോറും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു ബിൽഡിംഗ് പണിതത്. ഖട്ടാര ടവേഴ്സ് അല്ലെങ്കിൽ ക്രസൻറ്റ് ടവർ ലുസൈൽ, അത് 2 ടവറുകളാണ്. അതുകൊണ്ട് ട്വിൻ ടവേഴ്സ് ഓഫ് ലുസൈൽ എന്നും അവരെ വിളിക്കുന്നുണ്ട്. അവിടെ 2 ഹോട്ടലുകളാണ് പ്രവർത്തിക്കുന്നത്, 2 ലക്ഷറീസ് ഹോട്ടൽസ്. 2022 വേൾഡ് കപ്പിന് മുന്നെയാണ് ഇതെല്ലാം ഓപ്പൺ ആയത്. ബ്യൂട്ടിഫുള്ളായി കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സുക്വാക്കിഫിൽ തന്നെ ക്ലീനിങ് കണ്ട് ഞെട്ടിപ്പോയി. ഖത്തറിൻ്റെ ഹെറിറ്റേജിൻ്റെ ഭാഗമായ വളഞ്ഞിരിക്കുന്ന 2 വാളുകൾ അല്ലെ കത്തി, അതിൻ്റെ ഷേപ്പിലാണ് ഈ ബിൽഡിങ്.
പിന്നെ ക്രസൻറ്റ് മൂണിനെ നമുക്കിതിൽ കാണാം. ഇവിടെ പ്രധാനമായിട്ടും 2 ഹോട്ടൽസാണുള്ളത്. ഒന്ന് ഫെയർമൗണ്ടും പിന്നെ റഫൽസും. ഇവ രണ്ടും ആങ്കർ എന്ന പേരൻറ് കമ്പനിയുടെ അണ്ടറിലുള്ളതാണ്. ഒരു ലക്ഷൂറിയസ് ഗെറ്റവേക്ക് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റികളും ഈ ഹോട്ടൽസിലുണ്ട്. ഇതൊരു പ്ലെയിൻ പോകും. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതിനടുത്ത് വന്നപ്പോൾ നല്ല മണം, അതും ഫുഡിൻ്റെ മണം. ഇവിടെ അടുത്ത ഇവിടെയാണ് ഇതിൻ്റെ കിച്ചൺ എന്ന് തോന്നുന്നുണ്ട്. വെറുതെ ഒരു കൗതുകത്തിന് ഇതിൻ്റെ പെർ നൈറ്റ് പൈസ എത്രയാണെന്ന് ചെക്ക് ചെയ്തു. 32,000 ഇന്ത്യൻ റുപ്പീസിന് മുകളിലാണ് ഒരു ദിവസത്തെ റെൻറ്റ്. അപ്പോൾ തന്നെ ഞാൻ ഫോൺ അടച്ചു വെച്ചു. അങ്ങനെ നടന്ന് നമ്മൾ വാട്ടർ ഫ്രണ്ടിലെത്തിയിരിക്കുന്നു. സൂര്യൻ്റെ ചൂട് ശകലം കൂടിയിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇറക്കിപ്പണിഞ്ഞ ഡെക്കുകൾ, നല്ല മനോഹരമായ അന്തരീക്ഷവും, നല്ല കളറുള്ള വെള്ളം, വിശാലമായ ഡെക്ക്, ദൂരെ സിറ്റിയുടെ വ്യൂ, പിന്നെ ഒരു ചെറിയ കാറ്റും, നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ. നിൽക്കുമ്പം ഞാൻ ചിന്തിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ വൈബ് എങ്ങനെയായിരിക്കും. ഇവിടുത്തെ ഫൗണ്ടൻസ് എല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങും, ലൈറ്റുകളെല്ലാം ഓണാവും, ലൈറ്റ് ഷോ ഉണ്ടാകും, സിറ്റിയിൽ ലൈറ്റുകൾ ഓണാവും. അങ്ങനെ മൊത്തത്തിൽ നല്ല കിടിലൻ അറ്റ്മോസ്ഫിയർ ആയിരിക്കും വൈകുന്നേരങ്ങളിൽ. നല്ല ക്ലിയർ, നല്ല അടിപൊളി വാട്ടർ കേട്ടോ. നല്ല വേലുവാ. പല വീഡിയോസിലും നമ്മളിവിടെ ഫൗണ്ടൻ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ നോക്കി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വെയിലത്ത് നടന്നു കുഴഞ്ഞുകൊണ്ട് ഒരു നല്ല സ്പോട്ട് നോക്കിയിട്ട് അവിടെ പോയിരുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടല്ലോ. ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ നല്ല തണലുള്ളൊരു ലൊക്കേഷൻ നോക്കിയാണ് നടക്കുന്നത്. എന്നിട്ട് നല്ല അടിപൊളി പൊറോട്ട റാപ്പ് ഉണ്ട്, അത് കഴിക്കണം. ഇപ്പോഴും ഇവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. പുതിയതായിട്ട് എന്തൊക്കെയോ പണിയുന്നുണ്ട്. നടന്നു പോകുന്ന വഴിക്കൊക്കെ തറ ലൈറ്റും ചെറിയ പൈപ്പ് കാണാൻ പറ്റും. അതെല്ലാം ഫൗണ്ടൻ്റെ ആണ്. അപ്പം നമ്മൾ ഇത്ര നേരം നടന്നതൊക്കെ ഈ ഫൗണ്ടൻ്റെ മുകളിലൂടെയാണ്. വൈകുന്നേരം ആകുമ്പോഴാണ് ഇതെല്ലാം ആക്റ്റീവ് ആവുന്നത്. ഇവിടെ ഇരുന്ന് മുന്നിലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡ് കഴിക്കാം. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നടത്തം തുടർന്നു. ഇതാണ് ഹെഡ് ബാൻഡ് സ്കൾപ്ചർ. ഈ അറബികളൊക്കെ തലയിൽ കിട്ടുന്ന ഹെഡ് ബാൻഡില്ലേ, അതിൻ്റെ സ്കൾപ്ചർ. നല്ല രസമുണ്ട് കാണാൻ. ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു വാട്ടർ ഫ്രണ്ട് പ്രൊമനേഡും ഒരുപാട് ബോട്ടുകൾ നിർത്തിയിടുന്ന സ്ഥലവുമാണ്. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ജസ്റ്റ് അവിടം വരെ പോയി ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്നു. ഹോട്ടലിൻ്റെ മുകളിൽ ഇരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ സഞ്ചാരത്തിൽ കണ്ടിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമുക്കിപ്പോൾ അതിൽ കയറാൻ പറ്റത്തില്ല. ഈ സാധനം ഫൗണ്ടൻ്റെ ആണ്. നമ്മൾ അറിയാണ്ട് കയറി നടന്നതാണ്. പക്ഷേ വെള്ളം ഇപ്പോൾ ചീറ്റുന്നില്ല. ചീറ്റിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മുടെ കയ്യിലെ വെള്ളം തീർന്നിരിക്കുന്നു. ഇനി വെള്ളം മേടിക്കണം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സ്ട്രീറ്റിൽ തന്നെ ടീ ടൈമിൻ്റെ ഒരു ചെറിയ ഷോപ്പുണ്ട്. അവിടെ പോയി നമുക്ക് വെള്ളവും മേടിക്കാം, 2 ജ്യൂസും അടിക്കാമെന്ന് തീരുമാനിച്ചു. How do you rate the water? വെള്ളത്തിന് ടേസ്റ്റ് തന്നെ. നമ്മൾ ജ്യൂസ് വാങ്ങി കണ്ടു വന്നൊക്കെ. ഇവിടെ എല്ലാം ബിൽഡിങ്ങുകളുടെ വർക്ക് നടക്കുന്നുണ്ട്. ചിലപ്പം 1-2 വർഷം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇനി പുതിയ മനോഹരമായ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. ആളുകൾ ഒരുപാട് വന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇതും. ഇപ്പോൾ ഇവിടെ ആരുമില്ല. നല്ല അടിപൊളി വെയിലാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഈ വെയിലത്ത് ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. ബാക്കി എല്ലാവരും വൈകുന്നേരങ്ങളിലാണ് പുറത്തിറങ്ങുന്നതെന്ന് തോന്നുന്നത്. ഇനി നമുക്ക് ട്രാം സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകാം. അവിടെ നിന്ന് ഇനി പ്ലേസ് വെൻഡോ മോളിലേക്കാണ് നമുക്ക് പോകേണ്ടത്.
വെൻഡോ മോൾ ഒരു ഭയങ്കര വലിയ മോളാണ്, അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കട്ടാര ടവേഴ്സിനോട് യാത്ര പറഞ്ഞിട്ട് തിരിച്ച് പോകുമ്പോഴാണ് വഴിയിൽ നമ്മൾ ഈ പുള്ളിക്കാരനെ കാണുന്നത്. പുള്ളി റോഡ് വൃത്തിയാക്കിയാണ്, അതും റോഡിലെ മണ്ണൊക്കെ തൂത്ത് കളയുന്നു. അത് നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അതും ഈ ചൂടത്ത് മോപ്പൊക്കെ വെച്ചിട്ട് റോഡിലെ മണ്ണ് തൂത്ത് മാറ്റുന്നു. പാവം മനുഷ്യൻ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയാണെങ്കിലും നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്നൊരു കാഴ്ചയും കൂടിയാണ്. വെൻഡോ മോളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ട്രാം സ്റ്റേഷനുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിൽ നമുക്ക് ചെന്നിറങ്ങാം. നേരെ കയറുന്നത് മോളിലേക്കാണ്. ഈ കൊട്ടാരം പോലെ കാണുന്ന ബിൽഡിങ്ങാണ് വെൻഡോ മോൾ. യൂറോപ്പിലൊക്കെ ഒരു കൊട്ടാരം പോലെ നമുക്ക് തോന്നും. കണ്ടപ്പോഴേ അന്തം വിട്ടുപോയി, ഒരു രക്ഷയില്ല. ഏകദേശം 161 ഫുട്ബോൾ പിച്ചിൻ്റെ വലിപ്പം ഈ മോളിനുണ്ട്. പാരീസിലെ പ്ലേസ് വെൻഡോമാണ് ഇതിൻ്റെ ഡിസൈനിന് ഇൻസ്പിറേഷനായത്. വൈകുന്നേരങ്ങളിലൊക്കെ ഈ മോള് ആളുകളെ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ്. നിരവധി കഫേസും റെസ്റ്റോറൻറ്റുകളും സിനിമാസും ഹൈ എൻഡ് ഷോപ്പിങ്ങിനുള്ളതും പിന്നെ എല്ലാ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസും ഇതിലുണ്ട്. സെഫോറ എന്ന ബ്രാൻഡിൻ്റെ 3 നിലയുള്ള ഒരു ഷോപ്പ് ഇതിനുള്ളിലുണ്ട്. വമ്പൻ കവാടത്തിലൂടെ നമ്മൾ അകത്തേക്ക് കയറി. ഇതുപോലെ പല കവാടങ്ങളും പല ലൊക്കേഷനിലായിട്ടുണ്ട്. അതെല്ലാം ഇതുപോലെ വലിപ്പവും പല ഡിസൈനിലും ഉള്ളതാണ്. വെയിലത്തുനിന്ന് ഇതിനകത്തോട്ട് കയറിയപ്പം നല്ല സുഖമുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് ഇവിടെ കറങ്ങി നടക്കാം, ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതിലൊരു വലിയ സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അവിടെ നമുക്ക് വെള്ളവും കുറച്ച് സ്നാക്സും പിന്നെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കാനും മേടിക്കാം. ചീസിൻ്റെ റോളുകളാണ് ഈ ഭിത്തിയിൽ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത്. ഈ സെക്ഷൻ മുഴുവൻ ചീസിന് വേണ്ടിയുള്ളതാണ്. നടുക്ക് കാണുന്നതൊക്കെ കഫേസാണ്. ഒരു ഹാരി പോട്ടർ സിനിമ കാണുമ്പം അതിൽ കാണുന്ന ചില ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു വൈബ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അനേകം ഡോമുകൾ ഈ ബിൽഡിങ്ങുകളിലുണ്ട്. അതിനെല്ലാം ഓരോ ഡിസൈനുകളുമാണ്, നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ. ഒരുപാട് നടക്കാനുണ്ട് ഇതിനുള്ളിൽ. ഇനി കുറച്ചു നേരം ഇവിടെ നിന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും നടക്കാം. എല്ലാ ഡോമുകളുടെ അടിയിൽ മനോഹരമായി ഡിസൈൻ ചെയ്ത കഫേസോ റെസ്റ്റോറൻറ്റുകളോ ഒക്കെ ഉണ്ടാവും. അവരെല്ലാം കസ്റ്റമേഴ്സിന് വേണ്ടി റെഡിയാവുകയാണ്. മോളിലെ കറക്കവും കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സമയമായിരിക്കുന്നു. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇതിലുണ്ട്, പക്ഷേ എല്ലാത്തിലോട്ടും പോകാൻ നമുക്ക് സമയമില്ല. ഇവിടെ നിന്ന് നമ്മൾ ട്രാം കയറി നേരെ ഡൗൺ ടൗൺ ലുസേലിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഡൗൺ ടൗൺ ലുസേലിലൂടെയാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. ഇവിടവും വൈകുന്നേരമാണ് ഉണരുന്നത്. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് ഈവനിങ് കാഴ്ചകൾ നമുക്ക് നഷ്ടമാവും. ലുസേൽ ബുൾവാർഡിലൂടെയാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരെ നടന്നെത്തുന്നത് ലുസേൽ ടവേഴ്സിൻ്റെ അടിയിലാണ്, അല്ലെങ്കിൽ ലുസേൽ പ്ലാസയിലാണ്. ലുസേൽ ബുൾവാർഡ് ഒരു 1.5 കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ലോങ് സ്ട്രീറ്റാണ്. ഇതും പാരീസിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുന്ന് അണ്ടർഗ്രൗണ്ട് പാസേജിലൂടെ ഇറങ്ങി നമ്മൾ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലെത്തി. അവിടെയാണ് കൂടുതൽ തണലുള്ളത്. ഇവിടെയും എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസും ഒരുപാട് ഓഫീസുകളും റെസിഡൻഷ്യൽ ഏരിയകളും പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങ് ദൂരെ തലയുയർത്തി നിൽക്കുന്ന 4 ബിൽഡിംഗ് ഉണ്ടല്ലേ, അതാണ് അൽസാദ് പ്ലാസ. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ലുസേൽ ടവേഴ്സ് എന്നും അതിനെ വിളിക്കാറുണ്ട്. ഈ നടക്കുന്ന വഴി മൊത്തം ഒരുപാട് ഷെയ്ഡഡ് ഏരിയകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെയിലടിക്കാതെ നടക്കാം. ഒരുപാട് അറ്റകുറ്റപ്പണികളും പുതിയതായിട്ട് എന്തൊക്കെയോ നിർമ്മിക്കുന്നുമുണ്ട്. 2030 ലുസേൽ ഒരു പെർഫെക്റ്റ് സിറ്റിയായി മാറുമെന്നാണ് പറയുന്നത്. ഈ 4 ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സ്ക്വയർ ഉണ്ട്.
ഇരിക്കാൻ സീറ്റുകളും ഉണ്ട്. ഒരു 10,000 പേർക്കെങ്കിലും അവിടെ പരിപാടികൾ ആസ്വദിക്കാം. അവിടുന്ന് മുന്നോട്ട് പോയാൽ വാട്ടർ ഫ്രണ്ട് പ്രൊമനേഡ് ഉണ്ട്. അവിടെയാണ് ഐ ലവ് ഖത്തറിൻ്റെ സൈനും ഇരിക്കുന്നത്. അനേകം ആൾക്കാർ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ലഞ്ച് ടൈം ആണെന്ന് തോന്നുന്നു. ചിലരൊക്കെ വിശ്രമിക്കുന്നു, ചിലർ കഴിക്കുന്നു, മറ്റു ചിലർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കും കഴിക്കാൻ സമയമായിട്ടുണ്ട്. നമുക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വെയിൽ ഷാർക്കിൻ്റെ സ്കൾപ്ചറാണ്. 4 ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് എയറിലിങ്ങനെ പറന്ന് കിടക്കുന്നൊരു വെയിൽ ഷാർക്ക്. ഈ ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന കേബിളുകളാണ് ഇതിനിങ്ങനെ എയറിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളതും അതിഗംഭീരമായൊരു ആർട്ട് വർക്കാണിത്. ഈ ആർട്ട് വർക്കിൻ്റെ പേര് അൽ നഹീം എന്നാണ്. ഇതിന് 30 മീറ്റർ നീളമുണ്ട്. പിന്നെ 20 മീറ്റർ മുകളിൽ അതിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ റിബൺസും പോളികാർബണേറ്റ് പാനൽസൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം. 100% റീസൈക്കിൾഡ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. രാത്രിയിൽ നല്ല അടിപൊളി ലൈറ്റ് ഷോസൊക്കെ ഇതിലുണ്ടാകും. ഖത്തറിൻ്റെ ഐക്കോണിക് മറൈൻ സ്പീഷീസിലൊന്നാണ് വെയിൽ ഷാർക്ക്. അവ എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ മറൈൻ കൺസർവേഷന് വേണ്ടിയുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റിനെയും ഈ സ്കൾപ്ചർ സൂചിപ്പിക്കുന്നു. നമ്മളെ കൂടാതെ ടൂറിസ്റ്റുകളായിട്ട് ഒരു ഫാമിലി കൂടെ ഇവിടെ ഉണ്ട്. അവരിങ്ങനെ കുട്ടികളുടെ കൂടെ സൈക്കിൾ ഓട്ടുന്നു, ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, അവരുടെ ഫാമിലി ടൈം എൻജോയ് ചെയ്യുന്നു. അവർക്ക് വെയിലൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ വെയിൽ കൊള്ളാതെ നടക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ വെയിലത്തും ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഇത്രയും വലിയ ബിൽഡിങ്ങുകളുടെ വിൻഡോസ് മാറ്റുന്നു, വിൻഡോസൊക്കെ ക്ലീൻ ചെയ്യുന്നു, അങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. വെയിലത്തിങ്ങനെ പണിയെടുക്കുന്നത് കാണുമ്പം നമുക്കൊരു വിഷമം തോന്നും. വെയിൽ കൂടിയതുകൊണ്ട് നമ്മൾ വാട്ടർ ഫ്രണ്ട് പ്രൊമനേഡിലോട്ട് പോകുന്നില്ല. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇനി നമുക്ക് ട്രാം കയറി ലുസൈൽ സ്റ്റേഡിയത്തിലേക്കാണ് പോകേണ്ടത്. ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ തന്നെ ട്രാം സ്റ്റേഷനും ഉണ്ട്. 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടന്ന സ്റ്റേഡിയമാണിത്. ഇതാണ് ട്രാമിൻ്റെ ഉള്ളിലത്തെ കാഴ്ച. മിഷേറബിൾ നമ്മൾ കണ്ട ട്രാമിൻ്റെ അതേപോലെയല്ല ഇത്. ചെറിയ വ്യത്യാസമുണ്ട്, കളറും വ്യത്യാസമാണ്. പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഒരുപാട് പണിയുന്നു. ദൂരെ സ്റ്റേഡിയം നമ്മുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. എനിക്ക് സ്റ്റേഡിയം കാണാൻ എക്സൈറ്റ്മെൻറ്റ് കൂടി. സ്റ്റേഡിയത്തിൻ്റെ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. സ്റ്റേഷനിലെത്തി കഴിയുമ്പോൾ ഈ ഡോറിന് അവിടെയുള്ള ബട്ടൺ ഞെക്കിയാൽ ഡോറ് നമുക്ക് തുറന്നു തരും. മിഷേറബിൾ കണ്ട ട്രാമിനെ പോലെയല്ല ഇത്. അവിടുത്തെ ട്രാം ചെറുതും കളർഫുള്ളും ആയിരുന്നു. ഇത് നല്ല നീളം കൂടിയതും അത്രയും കളർഫുള്ളായിട്ടുള്ളൊരു ട്രാമല്ല. ലുസൈൽ സ്റ്റേഡിയം. അതാ ആ വമ്പൻ സ്റ്റേഡിയം നമ്മുടെ മുന്നിൽ. കണ്ണത്ത ദൂരത്ത് പാർക്കിങ്ങും. 88,000 മുകളിൽ ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് കളി കാണാം. 2022 വേൾഡ് കപ്പിന് വേണ്ടി നിർമ്മിച്ച ഈ സ്റ്റേഡിയം ഖത്തറി ലാൻഡേണായ ഫനാർ ലാൻഡേണിൻ്റെ ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ലാൻഡേണിൽ നിന്ന് വരുന്ന ലൈറ്റും അത് ക്രിയേറ്റ് ചെയ്യുന്ന ഷാഡോസും അതിൻ്റെ ഭംഗിയുമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഡിസൈനിന് ഇൻസ്പിറേഷനായത്. ഇതാണ് ലുസൈൽ സ്റ്റേഡിയം. മെസ്സിയും അർജൻറ്റീനയും വേൾഡ് കപ്പ് ഉയർത്തിയ നമ്മുടെ സ്റ്റേഡിയം. നമ്മുടെയോ? വാമോസ്. എന്താ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്തത്? ഭയങ്കര വെയില്, മുടിഞ്ഞ വെയില്. നൂലുകൾ കൊണ്ട് നെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ. ഒരു കിളിക്കൂട് ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ അല്ലെങ്കിൽ നെയ്ത് വെച്ചേക്കുന്ന പോലെയൊക്കെ തോന്നും. അതിമനോഹരമാണത്. ദൂരെ നോക്കുമ്പോൾ ഒരു കിളിക്കൂട് പോലെയും ഒരു തലപ്പാവിനെ പോലെയും അല്ലെങ്കിൽ ഒരു ബൗളിനെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഈ സ്റ്റേഡിയത്തിൻ്റെ രാത്രിയിലത്തെ കാഴ്ച അതിലും മനോഹരമാണ്. അത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടതാണ്. 2022 ഡിസംബർ 18 നിറഞ്ഞു കവിഞ്ഞ കാണികൾക്ക് മുന്നിൽ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടന്നു.
അർജൻറ്റീനയും ഫ്രാൻസുമായിട്ടുള്ള ഒരു അടിപൊളി ഫൈനൽ. വേൾഡ് കപ്പിന് ശേഷം ഈ സ്റ്റേഡിയത്തിൻ്റെ അപ്പർ ടയറിലുള്ള മെറ്റീരിയൽസ് എല്ലാം ക്ലിനിക്കുകൾ നിർമ്മിക്കാനും കഫേസ് നിർമ്മിക്കാനും സ്കൂളുകൾക്ക് വേണ്ടിയും ഒക്കെ കൊടുത്തു. ഇവിടുത്തെ സീറ്റുകളാവട്ടെ എമർജിംഗ് ഫുട്ബോളിംഗ് നേഷൻസിന് വേണ്ടി നൽകി. നിർഭാഗ്യവശാൽ നമുക്ക് സ്റ്റേഡിയത്തിനുള്ളിൽ കയറാൻ കഴിയില്ല. എന്നാലും ഇവിടം വരെ വന്ന് ഇത് കണ്ടതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. സ്റ്റേഡിയത്തിലെ ട്രാം സ്റ്റേഷനിൽ നിന്നും ലക്താഫിയയിലെ ട്രാം സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ലക്താഫിയയിൽ പിന്നെ മെട്രോ കയറി കട്ടാര വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഇറങ്ങേണ്ടത് കട്ടാര സ്റ്റേഷനിലാണ്. നമുക്ക് പോകേണ്ട സ്ഥലങ്ങളെല്ലാം ഒന്നെങ്കിൽ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ട്രാം സ്റ്റേഷൻ്റെ മുന്നിലായിരിക്കും. അതുകൊണ്ട് യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമാണ്. നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് ആ ലൊക്കേഷനോട്ടായിരിക്കും. ചെറുതായിട്ട് വെയിൽ കുറഞ്ഞു വരുന്നുണ്ട്. കട്ടാര വില്ലേജിലെത്തിയപ്പോഴേക്കും ഈ സ്ഥലം നമ്മളെ സ്വാഗതം ചെയ്തത് നല്ല മനോഹരമായ ബിൽഡിങ്ങുകൾ കാണിച്ചും അതിൻ്റെ മുകളിൽ നല്ല ക്യൂട്ട് മോൺസ്റ്റേഴ്സിനെയൊക്കെ കാണിച്ചാണ്. പിന്നെ അനേകം ആർട്ട് വർക്കുകളും ഇവിടെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ കാണാനുണ്ടെന്ന് അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഉള്ളിൽ കറങ്ങി നടന്ന് കാണാം. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലായിടത്തും ആളുകളെ കണ്ടു തുടങ്ങി. കട്ടാര വില്ലേജിലും ആളുകൾ ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും വെഡ്ഡിങ് വീഡിയോഗ്രാഫിക്കും ആൾക്കാർ ഇവിടെ വരുന്നു. പിന്നെ ഷോപ്പിങ്ങിനും ഫാമിലിക്കൊത്ത് ടൈം സ്പെൻഡ് ചെയ്യാനും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു. ഗ്രീക്ക് സ്റ്റൈലിലെ മനോഹരമായ ബിൽഡിങ്ങുകളാണ് ഇവിടെ എല്ലാം. ഇതെല്ലാം ഷോപ്പിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാം മുകളിൽ ക്യൂട്ട് മോൺസ്റ്റേഴ്സും ഉണ്ട്. അതേതോ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. അത് കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ വരാമെന്ന് ആദ്യം പ്ലാൻ ചെയ്തത്. ഒരു ഓപ്പൺ എയർ ആംഫി തിയേറ്റർ, അതും കടലിനെ നോക്കിയിരിക്കുന്നത്. ആദ്യം അങ്ങോട്ട് തന്നെ പോയാലോ എന്നാണ് നമ്മുടെ പ്ലാൻ. പോകുന്ന വഴി പല കാഴ്ചകളും കണ്ടു പോകാം. അവിടെ കൺസേർട്ടുകളും മറ്റ് പെർഫോമൻസുകളും ഒക്കെ നടക്കാറുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു ഒപ്പേറ ഹൗസും ഉണ്ട്. പിന്നെ കട്ടാര മോസ്കും ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഒട്ടോമൻ സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു ഗോൾഡൻ മോസ്കും ഇവിടെയുണ്ട്. ഒരുപാട് ഫെസ്റ്റിവൽസും ഇവൻറ്റ്സും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് കട്ടാര വില്ലേജ്. പിന്നെ കട്ടാര വില്ലേജ് ഒരു എയർ കണ്ടീഷൻഡ് ഔട്ട്ഡോർ ഷോപ്പിംഗ് മോളും കൂടെയാണ്. പോയാലോ? ഒരുപാട് ഗാലറികളും മ്യൂസിയങ്ങളും ഇതിനുള്ളിലുണ്ട്. ഓരോ ബിൽഡിങ്ങിൻ്റെയും ഭംഗി എടുത്തു പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഇതിനുള്ളിലെല്ലാം ഷോപ്പുകളാണ്. അങ്ങോട്ടൊന്നും നമ്മൾ കയറിയില്ല. നമ്മുടെ ഉദ്ദേശം നേരെ ആംഫി തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഇതിലൂടെ നടക്കുമ്പം ഏതോ പഴയ വില്ലേജിലൂടെയോ ടൗണിലൂടെ ഒക്കെ നടക്കുന്ന ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. ചില ഗെയിമുകളിലും പഴയ സിനിമകളിലും ഒക്കെ നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊരു പോസ്റ്റൽ സ്റ്റാമ്പ് മ്യൂസിയമാണ്. ഇതും കടന്ന് നമ്മൾ എത്തുന്നത് ആംഫി തിയേറ്ററിൻ്റെ അടുത്താണ്. അങ്ങനെ നമ്മൾ ആംഫി തിയേറ്ററിൻ്റെ ഉള്ളിലെത്തിയിരിക്കുന്നു. ഇതാണ് ഉള്ളിലെ കാഴ്ച. ക്ലാസിക് ഗ്രീക്ക് സ്റ്റൈലിലാണ് ആംഫി തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് അറബിക് ടച്ചും കൊടുത്തിട്ടുണ്ട്. ആർച്ച് എൻട്രൻസുകളും എല്ലാം കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റേജും പടികളും ഇരിപ്പിടങ്ങളും എല്ലാം കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയുള്ളൊരു ഗൈഡ് നമ്മളോട് പറഞ്ഞത് സ്റ്റേജിൻ്റെ നടുക്കൊരു ചെറിയ സർക്കിളുണ്ട്. അവിടെ പോയെന്ന് നിങ്ങൾ എന്തെങ്കിലും ഉറക്കെ പറഞ്ഞാലോ അല്ലെങ്കിൽ കൈ കൊട്ടിയാലോ പാട്ട് പാടിയാലോ അത് ഈ തിയേറ്റർ മൊത്തം മുഴങ്ങി കേൾക്കാമെന്ന്. അതുകൊണ്ട് സ്പീക്കറിൻ്റെയോ മൈക്കിൻ്റെയോ ഒന്നും ആവശ്യം ഇല്ല. അങ്ങനെയാണ് പണ്ട് കാലത്ത് ആളുകൾ ചെയ്തിരുന്നതെന്ന്. എന്നാൽ നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. പാട്ട് പാടാൻ കഴിവില്ലാത്തതുകൊണ്ട് കൈകൊട്ടി നോക്കി.
അവർ പറഞ്ഞത് ശരിയായിട്ട് നമുക്ക് തോന്നി. കൈകൊട്ടുന്നത് എനിക്ക് എൻ്റെ പിറകിൽ മുഴങ്ങി കേൾക്കുന്നത് പോലെ തോന്നി. അതുമാത്രമല്ല, വേറെ ആൾക്കാർ ഇവിടെ നിന്ന് കൈകൊട്ടിയപ്പോൾ മുകളിലിരുന്ന് ഞങ്ങൾക്ക് അത് നന്നായി കേൾക്കാനും പറ്റി. പിന്നെ എടുത്തു പറയേണ്ടത് ഓപ്പൺ എയറുമാണ്, സ്റ്റേജിൻ്റെ പിന്നിൽ കടലുമാണ്. അപ്പം നമ്മൾ നോക്കിയിരിക്കുന്നത് സ്റ്റേജും പിന്നെ കടലിനെയുമാണ്. അതിമനോഹരമായ സീനറിയാണ്. 5000 പേർക്ക് നന്നായി ഇവിടെ നിന്ന് പരിപാടികൾ കാണാൻ പറ്റും. ഇവിടെ മുകളിൽ ഇരുന്നുകൊണ്ട് അവിടെ നടക്കുന്ന എന്തെങ്കിലും പെർഫോമൻസ് കാണാനും ബാക്കിൽ കടലിൽ ഇങ്ങനെ ബോട്ടുകൾ പോകുന്നത് കണ്ടുകൊണ്ട് ഇരിക്കാൻ ഒരു മാജിക്കൽ ഫീലാണ്. ഇപ്പോൾ ഇവിടെ പെർഫോമൻസുകളൊന്നും നടക്കുന്നില്ലെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര റിലാക്സിങ് ആണ്. അത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല മനോഹരമായ അന്തരീക്ഷം. കുറേ നേരം ഇതിൻ്റെ മുകളിൽ പോയി ഞങ്ങളിരുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് നാളെ രാവിലെ ഖത്തറിൽ നിന്ന് മടങ്ങണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. പിന്നെ കേരളത്തിലേക്കാണല്ലോ പോകുന്നത് എന്നോർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്നാലും ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റ് തീരല്ലേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടെ ഈ മനോഹരമായ കാഴ്ചകളും കണ്ടു ആസ്വദിച്ചു. ഇവിടുന്ന് ചെറുതായിട്ട് കട്ടാര ബീച്ചും കാണാം. അവിടെയും മാർക്കറ്റിലും വില്ലേജിലും ഒക്കെ നല്ല തിരക്കുണ്ട്. ഭാഗ്യത്തിന് ഇവിടെ ഒരുപാട് ആൾക്കാരില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയറാണ്. ഒരുപാട് പേരിവിടെ വീഡിയോയും റീലും ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്കിനി പുറത്തേക്ക് പോകാൻ സമയമായി. പറ്റുവാണെങ്കിൽ ഹോട്ടലിൽ പോകുന്നതിന് മുന്നേ നാഷണൽ മ്യൂസിയം ഒന്ന് കാണണമെന്നുണ്ട്. ഉള്ളിൽ കയറാൻ പറ്റുമോ അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ആംഫി തിയേറ്റർ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. സൂര്യൻ ഇങ്ങനെ ദൂരെ അസ്തമിക്കുന്നുണ്ട് പതിയെ. കുറച്ച് നേരം കൂടെ ഇവിടെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നാഷണൽ മ്യൂസിയത്തിലേക്ക് പോകാം. ഗോൾഡൻ മസ്ജിദിൻ്റെ സൈഡിലൂടെ പുറത്തേക്കുള്ള വഴി നോക്കി നമ്മൾ നടക്കുകയാണ്. നേരത്തെ വന്ന വഴിയിലൂടെയല്ല നമ്മൾ പോകുന്നത്, മറ്റൊരു വഴിയിലൂടെയാണ്. അതാകുമ്പം മാർക്കറ്റിൻ്റെ വേറെ സൈഡ് നമുക്ക് കണ്ടുകൊണ്ട് പുറത്തേക്ക് പോകാം. ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ മറ്റൊരു എൻട്രൻസ് ആണ് ആ കാണുന്നതൊക്കെ. അതിലൊരു എൻട്രൻസിൽ ട്രാൻസ്ഫോമേഴ്സിനെ കണ്ടു. പിന്നെ അവരുടെയും 2 ഫോട്ടോ എടുത്തേക്കാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കട്ടാര ഹിൽസും ഗാർഡൻസുമാണ്. അവിടെയും ഒരുപാട് ആൾക്കാരുണ്ട്. പുറത്തേക്ക് എത്തുമ്പോഴേക്കും സൂര്യൻ നല്ല ഓറഞ്ച് കളർ എല്ലായിടത്തും വിരിച്ചു കഴിഞ്ഞു. നാഷണൽ മ്യൂസിയത്തിലേക്ക് ഇനി കയറാൻ പറ്റുമെന്ന് അറിയില്ല. കയറാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബിൽഡിങ് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും. എന്തായാലും നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് നല്ല സ്പീഡിൽ നടന്നു തുടങ്ങി. ഒരുപാട് സമയം ഇനി കളയാൻ പറ്റില്ല. തിരക്ക് പിടിച്ച് മെട്രോയിൽ ഓടി കയറിയപ്പോഴാണ് ചെറിയൊരു അബദ്ധം പറ്റിയത്. ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. ഭാഗ്യത്തിന് പെട്ടെന്ന് ആളെ കിട്ടിയതുകൊണ്ട് സമയം ഒരുപാട് പോയില്ല. കട്ടാരയിൽ നിന്നും മെട്രോ കയറി മിഷേറബ് സ്റ്റേഷനിലെത്തി. പിന്നെ അവിടുന്ന് ഗോൾഡ് ലൈൻ മെട്രോ പിടിച്ച് നാഷണൽ മ്യൂസിയം സ്റ്റേഷനിലെത്തുന്നു. ആ കാണുന്ന ബിൽഡിങ്ങാണ് നാഷണൽ മ്യൂസിയം. ഖത്തറിലെ നമ്മുടെ അവസാനത്തെ ഈവനിങ് ആണെന്ന്. മനോഹരമായ നാഷണൽ മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ ആവേശത്തോടെ നടന്നു.